നമസ്കാരം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇ ഡി. ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചു. കേസിൽ 2 തവണ ഇ ഡി നടനെ ചോദ്യം ചെയ്തിരുന്നു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളിൽ പണം വാങ്ങി അഭിനയിക്കുന്നവരെയും തട്ടിപ്പിലെ കൂട്ടാളികളായി കണക്കാക്കി നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണത്തെ തുടർന്ന് നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. സേവ് ബോക്സ് ആപ്പുമായി നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ഹാജരാക്കാൻ ജയസൂര്യയ്ക്ക് സമയം അനുവദിച്ചിരുന്നു. കേസിൽ 2 തവണ ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നപ്പോഴും ഇ ഡി ചോദ്യം ചെയ്യലിന് തന്നെ വിളിപ്പിച്ചിട്ടില്ലെന്നായിരുന്നു ജയസൂര്യ നേരത്തെ പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ നേരിട്ട് എനിക്കോ ഭാര്യയ്ക്കോ ഇ ഡിയിൽ നിന്ന് അങ്ങനെ ഒരു സമൻസ് ലഭിച്ചിട്ടില്ല. 24-ന് ഹാജരാകണമെന്ന സമൻസ് കിട്ടി, ഞാൻ ഹാജരായി. 29-ന് ഹാജരാകണമെന്ന് പറഞ്ഞു, അതിന് ഞങ്ങൾ ഹാജരായിരുന്നു. അല്ലാതെ 7-ാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു താരം മുൻപ് പറഞ്ഞിരുന്നത്. നമ്മളെ പരസ്യ ആവശ്യങ്ങൾക്കും മറ്റുമായി സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും ഇന്ന് ഊഹിക്കാൻ സാധിക്കുമോ എന്നും നടൻ ചോദിച്ചിരുന്നു. തട്ടിപ്പിലൂടെ സേവ് ബോക്സ് നേടിയ കള്ളപ്പണം കൈമാറിയവരുടെ പട്ടികയിൽ ജയസൂര്യയും ഉൾപ്പെട്ടതാണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. കരാറിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയസൂര്യക്കെതിരെയുള്ള നടപടി ഘടിപ്പിച്ചത്. മുൻപ് ചോദ്യം ചെയ്യാൻ ജയസൂര്യ വിളിപ്പിച്ച ഘട്ടത്തിൽ ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴികൾ പരിശോധിച്ചതിന് ശേഷമായിരുന്നു വീണ്ടും ഹാജരാകാൻ ജയസൂര്യയോട് ആവശ്യപ്പെട്ടത്. ചുരുങ്ങിയ തുകയ്ക്ക് വില കൂടിയ ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നതാണ് സേവ് ബോക്സിനെതിരെയുള്ള പരാതി. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതിൽ കേസുമെടുത്തിരുന്നു. ജയസൂര്യയുടെ സാന്നിധ്യം വിശ്വസിച്ചായിരുന്നു പലരും ആപ്പിൽ നിക്ഷേപം നടത്തിയതെന്ന് പരാതിക്കാർ തന്നെ ആരോപിച്ചിരുന്നു. നേരത്തെ മറ്റൊരു നടനായ സണ്ണി വെയിനും ഈ ആപ്പുമായി സഹകരിച്ചിരുന്നുവെന്നും സൂചനയുണ്ട്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം എങ്ങോട്ടാണ് പോയതെന്ന് പ്രമുഖർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. തൃശൂർ സ്വദേശി സ്വാതിക് റഹീം 2019 തുടങ്ങിയ സേവ് ബോക്സ് ബിഡിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടതാണ് തട്ടിപ്പ് കേസ്. ഓൺലൈൻ ലേല ആപ്പാണിത്. ആപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുകയായിരുന്നു. 2023-ലാണ് ഇത് പുറത്തു വന്നത്. പിന്നാലെ സ്വാതിക് റഹീം പിടിയിലായി. തുടർന്ന് ഇ ഡിയും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അന്ന് ജയസൂര്യ. 2 കോടിയോളം രൂപ ജയസൂര്യയ്ക്ക് സ്വാതിക് റഹീം വാഗ്ദാനം ചെയ്തിരുന്നു. മറ്റു പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിൽ നവമാധ്യമങ്ങളിലടക്കം ഭാഗമായിരുന്നു. സ്വാതിക്കിനും ജയസൂര്യയ്ക്കും ഇടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ഇ ഡി വിളിപ്പിക്കുന്നത്. ഡിസംബർ 24-നും ജയസൂര്യ ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഭാര്യ സരിതയാണ്. അതിനാലാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ സരിതയുടെ മൊഴി ഇ ഡി രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യ ലേല ആപ്പ് എന്ന് പറഞ്ഞാണ് സേവ് ബോക്സിനെ ജനങ്ങൾക്ക് മുന്നിൽ സ്വാതിക് റഹീം പരിചയപ്പെടുത്തുന്നത്. സിനിമാ താരങ്ങളുമായി അടുപ്പം പുലർത്തിയിരുന്ന സ്വാതിക് റഹീം ഈ ബന്ധങ്ങളും തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. സിനിമാ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം പങ്കുവെച്ച ആളുകളെ സേവ് ബോക്സ് ആപ്പിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും പണം തട്ടിയെടുക്കുകയുമായിരുന്നു. സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സ്വാതിക് സേവ് ബോക്സിന്റെ ലോഞ്ചിങ് ചടങ്ങുകൾ പോലും സംഘടിപ്പിച്ചത്.